ഇറ്റലി ചൈന ദേശീയ ഫെഡറേഷൻ പ്രതിനിധികളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. കുറച്ചു കാലമായി പുതുവത്സരാഘോഷങ്ങൾക്കായി പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനു പുറമെ ഇറ്റലിയും ചൈനയും തമ്മിലുള്ള സംവാദം വളർത്തിയെടുക്കാനും സാംസ്കാരിക സമന്വയം, വിദ്യാഭ്യാസം, സാമൂഹിക മൂല്യങ്ങൾ പരസ്പരം പങ്കിടുന്നത് പ്രോത്സാഹിപ്പിക്കൽ എന്നിവ ഉയർത്തുന്ന വെല്ലുവിളികളോട് പ്രതികരിക്കാനും ലക്ഷ്യമിട്ടുള്ള നിരവധി സംരംഭങ്ങൾക്ക് അവർ നൽകുന്ന പിന്തുണയെക്കുറിച്ച് പാപ്പ ഓർമ്മപ്പെടുത്തി. അവരുടെ ആ ശ്രമങ്ങളെ അഭിനന്ദിച്ച പാപ്പ ഉദാരമായ പ്രതിബദ്ധതയോടെ ഈ ലക്ഷ്യങ്ങൾ പിന്തുടരുവാൻ അവർ സ്വീകരിച്ച പാതയിൽ തന്നെ തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കോങ്കോയിൽ ക്രൈസ്തവ ദേവാലയത്തിന് നേരെ ആക്രമണം, 8 പേർ കൊല്ലപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ബേത്തിയിൽ ക്രൈസ്തവ ദേവാലയം ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ നടത്തിയ സായുധ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സാണ് ആക്രമണം നടത്തിയത്. നേരത്തെ ജനുവരി 27 ശനിയാഴ്ച രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ പ്രദേശത്ത് നടന്ന സമാനമായ മറ്റൊരാക്രമണത്തിൽ ദേവാലയത്തിനുള്ളിൽ തലയർക്കപ്പെട്ട 5 ക്രൈസ്തവർ ഉൾപ്പെടെ 32 പേരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമാണ്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളെ അപലപിച്ച് കത്തോലിക്ക ബിഷപ്പുമാർ. ഇന്ത്യയിൽ ക്രിസ്ത്യൻ വിശ്വാസികൾ അനുഭവിക്കുന്ന അതിക്രമങ്ങളെ അപലപിച്ച് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. ദരിദ്രരെ സംരക്ഷിക്കുന്നതിലും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിലും സഭയ്ക്ക് പ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി അപ്പസ്തോലിക് ന്യൂൻഷോ ബിഷപ്പ് ലിയോപോൾഡോ ജിറെല്ലി ബിഷപ്പുമാരുടെ യോഗത്തിൽ പറഞ്ഞു. ജനുവരി 31 ബാംഗ്ലൂരിൽ നടന്ന ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ 36ാമത് ദ്വിവത്സര അസംബ്ലിയിൽ 150 ഇന്ത്യൻ ബിഷപ്പുമാർ പങ്കെടുത്തു. യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ വിശുദ്ധ ജോൺ ബോസ്കോയെ അനുസ്മരിച്ച ബിഷപ്പ് ജിറേലി യേശുവിനോടുള്ള അദ്ദേഹത്തിന്റെ തീക്ഷ്ണതയും ദൗത്യങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും എല്ലാവർക്കും മാതൃകയാണെന്നും ഓർമ്മിപ്പിച്ചു. KCBC പ്രോലൈഫ് സമിതിയുടെ കൾച്ചറൽ ഫോറം രൂപീകരിച്ചു. പ്രോലൈഫ് സമിതിയുടെ ജീവോന്മുഖ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാനും കലാസാംസ്കാരിക പരിപാടികളിലൂടെ ജീവൻ സന്ദേശം പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിനുമായി KCBC പ്രോലൈഫ് സമിതി കൾച്ചറൽ ഫോറം രൂപീകരിച്ചു. കൾച്ചറൽ ഫോറത്തിന്റെ ആദ്യ സംരംഭം എന്ന നിലയിൽ ഒരു നാടക പ്രചരണ പരിപാടി ആരംഭിക്കുകയും KCBC നാടകമേളയിൽ മികച്ച നാടകമായി തെരഞ്ഞെടുത്ത കോഴിക്കോട് സങ്കീർത്തനയുടെ പറന്നുയരാനൊരു ചിറക് എന്ന നാടകം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായി നാടകത്തിന്റെ ആദ്യ പ്രദർശനം എന്ന നിലയിൽ ഫെബ്രുവരി 27 വൈകിട്ട് 6 മണിക്ക് പാലാരിവട്ടം പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററിൽ വെച്ച് KCBC പ്രോലൈഫ് സമിതി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം നിർവഹിക്കും. നാടക പ്രദർശനത്തിലൂടെ സമാഹരിക്കുന്ന തുക കൊണ്ട് വിവിധ രൂപതകളിലെ ഭിന്നശേഷിക്കാരായുള്ള കുടുംബങ്ങളെ സഹായിക്കുന്നതിന് പദ്ധതി ഒരുക്കമായിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരായ ജിഹാദ്, നൈജീരിയയെ ഭീകര ഗവൺമെന്റായി പ്രഖ്യാപിക്കണമെന്ന് US നൈജീരിയൻ വൈദികൻ. ക്രൈസ്തവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ജിഹാദാണെന്നും നൈജീരിയൻ ഭരണകൂടത്തെ തീവ്രവാദ സർക്കാരായി പ്രഖ്യാപിക്കണമെന്നും അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടത്തോട് നൈജീരിയൻ വൈദികൻ. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ഉച്ചകോടിയിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച നൈജീരിയയിൽ നിന്നുള്ള കത്തോലിക്ക വൈദികൻ ഫാദർ അംബ്രോസ് എക്രെക്കുവാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നൈജീരിയയിൽ നടക്കുന്നത് വ്യവസ്ഥാപിതമായ ജിഹാദും വംശഹത്യയും വംശീയ ഉന്മൂലനവുമാണെന്ന് പറഞ്ഞ ഫാദർ, ക്രിസ്ത്യാനികളെ ലക്ഷ്യമിടുന്ന ഫുലാനി എന്നറിയപ്പെടുന്ന മുസ്ലിം വംശീയ സംഘം ഒരു പുതിയ സംഭവവികാസമല്ലെന്നും നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണെന്നും കൂട്ടിച്ചേർത്തു. പശ്ചിമാഫ്രിക്ക, യുക്രൈൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ മതസ്വാതന്ത്ര്യ ലംഘനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സെഷനിലാണ് ഫാദർ അംബ്രോസ് നൈജീരിയയിലെ ദയനീയ അവസ്ഥയിൽ ദുഃഖം പ്രകടിപ്പിച്ചത്.